ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ മേഖലയിലെ വ്യോമാതിർത്തികൾ അടച്ചു. ഇസ്രയേൽ US ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചത്. ആക്രമണത്തിന്റെ ഭാഗമായി ഇസ്രയേലും തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇറാനിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാഖും വ്യോമാതിർത്തി അടച്ച വാർത്തകളും പുറത്തുവരുന്നുണ്ട്. നിലവിൽ ഈ മേഖലയിലൂടെയുള്ള വ്യോമഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇറാനും ഇറാഖും വ്യോമാതിർത്തി അടച്ചതോടെ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ശനിയാഴ്ച ഉച്ചയോടെ ഇറാന്റെയും ഇറാഖിന്റെയും ആകാശപരിധിയിൽ വിമാനങ്ങളുടെ സാന്നിധ്യം ഒന്നും തന്നെയില്ല. അതേസമയം മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സൈനിക സംഭവവികാസങ്ങളും ഇറാൻ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചതിനെയും കണക്കിലെടുത്ത് കുവൈറ്റിൽ നിന്ന് ഇറാനിലേക്ക് പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ പ്രഖ്യാപിച്ചു. വ്യോമയാന സുരക്ഷ ഉറപ്പാക്കാനും അസാധാരണമായ സാഹചര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കാനുമാണ് തീരുമാനമെടുത്തതെന്ന് ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി പറഞ്ഞു. ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചിടൽ മുമ്പ് ഇറാനിയൻ പ്രദേശം മുറിച്ചു കടക്കുന്ന റൂട്ടുകൾ ആശ്രയിച്ചിരിക്കുന്ന അധിക വിമാനങ്ങളെയും ബാധിച്ചേക്കാം. ബദൽ വിമാനപാതകൾ ക്രമീകരിക്കുകയും സാഹചര്യം പൂർണ്ണമായും സുരക്ഷിതമാക്കുകയും ചെയ്യുന്നതുവരെ കാലതാമസമുണ്ടാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ബന്ധപ്പെട്ട പ്രാദേശിക അന്തർദേശീയ സ്ഥാപനങ്ങളുമായി ഏകോപിപ്പിച്ച് 24 മണിക്കൂറും സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് അതോറിറ്റി സ്ഥിരീകരിച്ചു. സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇറാനിയൻ വ്യോമാതിർത്തി വീണ്ടും തുറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിമാനങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. പൗരന്മാർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പൗരന്മാർ എവിടെയാണോ തങ്ങുന്നത് അവിടെ തുടരാനും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാനുമാണ് എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തര ആവശ്യം വന്നാൽ വിളിക്കാനുള്ള നമ്പറുകളും നൽകിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരും ഒഴിഞ്ഞു പോകണമെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇറാനിലുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് എംബസി. ഇസ്രയേൽ 32,000-വും ഇറാനിൽ 10,000-ഓളവും ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് വിവരങ്ങൾ. ഇറാനെതിരായ ആക്രമണത്തിന് പിന്നാലെ സൈനിക നടപടിയുടെ ലക്ഷ്യമടക്കം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാൻ സൈന്യം ആയുധം താഴെ വയ്ക്കണമെന്നും ഇറാൻ ഭരണകൂടത്തെ വീഴ്ത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് ഇറാൻ സേനയോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇറാനിൽ ഭരണമാറ്റത്തിനും ആഹ്വാനം ചെയ്തു. കീഴടങ്ങുക അല്ലെങ്കിൽ മരണമെന്ന അന്ത്യശാസനം ഇറാൻ റവല്യൂഷണറി ഗാർഡിനും US പ്രസിഡന്റ് നൽകി. ഇറാൻ നാവികസേനയെ ഇല്ലാതാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നും അതാണ് ആക്രമണത്തിലേക്ക് പൊടുന്നനെ കടക്കാൻ US-നെ പ്രേരിപ്പിച്ചതെന്നും പ്രസിഡന്റ് വിവരിച്ചു. അതേസമയം ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകട സൈറണുകൾ മുഴങ്ങിയതായി അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആളുകളോട് ബങ്കറുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പൗരന്മാർ പാലിക്കണമെന്ന് IDF പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.